ഇന്ന് പലർക്കും ഉള്ള പ്രശ്നങ്ങളാണ് ഗ്യാസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, അസിഡിറ്റി, നെഞ്ചെരിച്ചിൽ, വയറ് കമ്പിച്ചിരിക്കുക, അതായത് ബ്ലോട്ടിങ്, മലബന്ധമൊക്കെ. ഇതെല്ലാം പല സെപ്പറേറ്റ് ഇഷ്യൂസ് ആണെന്നായിരിക്കും എല്ലാവരും കരുതുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു റൂട്ട് കോസ് വരുന്നത് ഗട്ട് ഹെൽത്തിലായിരിക്കും, അതായത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിലായിരിക്കും. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെപ്പറ്റി തന്നെയാണ്, എങ്ങനെ കുടലിൻ്റെ ആരോഗ്യം നമുക്ക് നാച്ചുറലായിട്ട് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് ഗട്ട് ഹെൽത്ത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവുന്നുണ്ടോ, നമ്മുടെ ബവൽ മൂവ്മെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, വയറിൻ്റെയും കുടലിൻ്റെയൊക്കെ ആരോഗ്യസ്ഥിതി നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ടോ എന്നാണ് ഗട്ട് ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുടലിൽ മില്യൺസ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട്. അതിൽ ഗുഡ് ബാക്ടീരിയ ഉണ്ട്, ബാഡ് ബാക്ടീരിയ ഉണ്ട്. ഗുഡ് ബാക്ടീരിയ ഉള്ളത് നമ്മുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യും, അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും, വിറ്റമിൻ പ്രൊഡക്ഷൻ, മെറ്റബോളിസം, ബവൽ മൂവ്മെൻറ്റ്സ് പ്രോപ്പറാകാൻ ഇതിനെല്ലാം ഗുഡ് ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യും. അതേസമയം ചീത്ത ബാക്ടീരിയ കൂടുന്നെങ്കിലും അപ്പോഴാണ് ബ്ലോട്ടിങ്, ആസിഡിറ്റി, ഗ്യാസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, മലബന്ധം, ആക്നെ, ബ്രെയിൻ ഫോഗ്, നമ്മുടെ മൂഡിനെ തന്നെ ഇത് ബാധിക്കുന്നതായിരിക്കും. സോ ഇത് ഫിക്സ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗട്ട് ഹെൽത്ത് ഡാമേജ് ആവാനുള്ള മെയിൻ റീസൺ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. അതിൽ ജങ്ക് ഫുഡ്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, പാക്കേജ്ഡ് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ്, അമിതമായിട്ട് ഷുഗർ അടങ്ങിയിരിക്കുന്ന ഫുഡ്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പിന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ്സ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, പ്രോപ്പറായിട്ട് ഫൈബർ ഇൻടേക്ക് ചെയ്യുന്നില്ല, രാത്രി വൈകിയുള്ള ഭക്ഷണ രീതി, ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്ത് ഗട്ട് ഹെൽത്തിനെ ബാധിക്കുന്നതായിരിക്കും. സോ ലൈഫ് സ്റ്റൈലും ഡയറ്റും ഒന്ന് ഫിക്സ് ചെയ്താൽ തന്നെ നമുക്കിത് നാച്ചുറലി തന്നെ നമുക്ക് ബെറ്റർ ആക്കി എടുക്കാം. സോ ഇതെങ്ങനെ ഫിക്സ് ചെയ്യാം? നമ്പർ 1, ഫൈബർ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. എന്തിനാണ് ഫൈബർ? നമ്മുടെ മലം സോഫ്റ്റൻ ചെയ്യാൻ, അതായത് സ്റ്റൂള് സോഫ്റ്റൻ ചെയ്യാനും, ബവൽ മൂവ്മെൻറ്റ്സ് പ്രോപ്പറാക്കാനും, ഗുഡ് ബാക്ടീരിയ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാനും ഇതിനൊക്കെ ഫൈബർ വളരെ എസെൻഷ്യലാണ്. ഫൈബർ നമുക്ക് എവിടെ നിന്ന് കിട്ടും? മെയിനായിട്ട് വെജിറ്റബിൾസ് ആർ റിച്ച് സോഴ്സ് ഓഫ് ഫൈബർ. അപ്പോൾ വെജിറ്റബിൾസ് ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതിലെന്തൊക്കെ വെജിറ്റബിൾസ്? ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, ബ്രൊക്കോ, ബീൻസ്, ചീര, കോളിഫ്ലവർ, ഇതെല്ലാം നല്ല റിച്ച് സോഴ്സാണ് ഫൈബറിൻ്റെത്. സോ ഡെയിലി ഈ ഒരു പ്ലേറ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു 1/4 ഏരിയയിൽ നമ്മൾ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഫ്രൂട്ട്സ്. ഓമയ്ക്ക, പേരയ്ക്ക, പഴം ഒരു മോഡറേറ്റ് അളവിൽ കഴിക്കണം, അല്ലെങ്കിൽ ബ്ലോട്ടിങ് റിസ്ക് ഉണ്ട്. ദെൻ ഓറഞ്ച്, ആപ്പിൾ, ഡെയിലി ഒരു ഫ്രൂട്ട് ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രൂട്ട് ജ്യൂസിനെക്കാട്ടിലും ബെറ്റർ ഹോൾ ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതാണ് ഫൈബർ അബ്സോർപ്ഷന്. നെക്സ്റ്റ് ഈ സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക. സീഡ്സിൽ തന്നെ ചിയ സീഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാമല്ലോ, ഫൈബർ റിച്ച് ആണ്. ഓക്കെ. ചിയ സീഡ്സ്, സെസമേ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ഈ 3 സീഡ്സിൽ നിന്ന് തന്നെ നമുക്ക് ഫൈബർ അത്യാവശ്യം കിട്ടുന്നതാണ്. ഫൈബർ ഇൻക്രീസ് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ സഡനായിട്ട് ഫൈബർ കൂടുതൽ ഇൻടേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലോട്ടിങ് റിസ്ക് ഒക്കെ ഉണ്ടാവും. സോ ഗ്രാജുവലായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഫൈബർ കൂട്ടി വരിക. പിന്നെ ഫൈബർ ഇൻടേക്ക് ചെയ്യുമ്പോൾ തന്നെ വാട്ടർ ഇൻടേക്കും അതുപോലെ കൂട്ടണം. എന്നാലേ ഫൈബറിൻ്റെ അതേ ഗുണം നമുക്ക് ബോഡിയിൽ കിട്ടത്തുള്ളൂ. എല്ലാവരും ചെയ്യുന്നതാണ്, ഫൈബർ ഇൻടേക്ക് ചെയ്യും, പക്ഷേ പ്രോപ്പറായിട്ട് വെള്ളം അതിൻ്റെ കൂടെ കുടിക്കില്ല. സോ അത് അവോയ്ഡ് ചെയ്യുക. നല്ല രീതിയിൽ വെള്ളവും ഫൈബറും ഇൻടേക്ക് ചെയ്യുക. നമ്പർ 2, പ്രോബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മുടെ തൈര്, ഗ്രീക്ക് യോഗട്ട്, ബട്ടർ മിൽക്കൊക്കെ നല്ല സോഴ്സാണ്, ഇൻക്ലൂഡ് ചെയ്യുക. നമ്പർ 3, ഫെർമെൻറ്റഡ് ഫുഡ്സ് ഇൻടേക്ക് ചെയ്യുന്നത്, അതായത് ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ ഇൻടേക്ക് ചെയ്യുന്നത്, ഉപ്പിലിട്ട് വെജീസ് ഒക്കെ തിന്നുന്നതും നല്ലതാണ്. നെക്സ്റ്റ് ഈസ് ഇഡലി, ദോശ, കഞ്ഞിയൊക്കെ നമുക്ക് ഫെർമെൻറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് അതും ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. നമ്പർ 4, ഡ്രിങ്ക് വാട്ടർ. 2 to 3 liters ഓഫ് വാട്ടർ ഡെയിലി ഇൻടേക്ക് ചെയ്യുക. മലബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വാട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സോഫ്റ്റൻ ചെയ്യാൻ സ്റ്റൂൾ. ഓക്കെ. നമ്പർ 5, മൂവ്മെൻറ്റ്. ഡെയിലി അനങ്ങുക. സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ശരീരം ഒന്ന് അനക്കുക. ഡെയിലി ഒരു 20 to 30 minutes എങ്കിലും ഒന്ന് വാക്ക് ചെയ്യുക. വീടിന് മുറ്റത്ത് ചുറ്റുമാണെങ്കിലും, രാവിലെ ആണെങ്കിൽ നടക്കുക, ഉച്ചയ്ക്കാണെങ്കിൽ സമയമുള്ളപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ ഒന്ന് നടക്കുക. ദെൻ വർക്കൗട്ട് ചെയ്യേണ്ടവരാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ ശരീരം സെഡൻറ്ററി ആയിട്ടിരിക്കുന്നതനുസരിച്ച് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ അത് ബാധിക്കുന്നതായിരിക്കും. സോ ഡെയിലി ഒരു 30 minutes നടന്നാൽ തന്നെ നമ്മുടെ ഡൈജഷൻ അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 5 minute അല്ലെങ്കിൽ 10 minute നടക്കുന്നതൊക്കെ ഷുഗർ സ്പൈക്കൊക്കെ അവോയ്ഡ് ചെയ്യാനൊക്കെ ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്പർ 6, സ്ലീപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ഇഗ്നോർ ചെയ്യുന്നൊരു കാര്യമാണ് ഉറക്കത്തിന്. ഒരു 6 to 8 hours നമ്മുടെ ബോഡിക്ക് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡൈജഷൻ ബെറ്റർ ആക്കാനും ഓവറോൾ ഹെൽത്തിനും. വൈകി കിടക്കാതിരിക്കുക. ഒരു 10:30 11 മണിക്കുള്ളിൽ ഉറങ്ങാൻ ശ്രമിക്കുക.
ആൻഡ് ഒരു പ്രോപ്പർ സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഡെയിലി ഒരേ സമയത്ത് കിടക്കാനും ഒരേ സമയത്ത് എണ്ണിക്കാനും ട്രൈ ചെയ്യുക. നമ്പർ 7, ജങ്ക് ഫുഡ്സ് കുറയ്ക്കുക. പാക്കേജ്ഡ് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ്, ഒരുപാട് എണ്ണയിൽ പൊരിച്ച ഫുഡ്സ്, ഷുഗർ അടങ്ങിയിരിക്കുന്ന ഫുഡ്സൊക്കെ നല്ല രീതിയിൽ ലിമിറ്റ് ചെയ്യുക. പകരം വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മെറ്റബോളിസം നമുക്ക് രാവിലെ തന്നെ കുറച്ച് കിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുടിക്കാൻ പറ്റിയ കുറച്ച് ഡ്രിങ്ക്സ് സജസ്റ്റ് ചെയ്യും. അത് നോട്ട് എ മാജിക് ഫിക്സ് ഒന്നുമല്ല, ബട്ട് നമ്മുടെ ഗട്ട് ഹെൽത്തിനും നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. വെറും വെള്ളം കുടിക്കുന്നതിന് പകരം ചൂടുവെള്ളം കുടിക്കുന്നത് രാവിലെ എണീറ്റിട്ട് മൂവ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് ജീരകവെള്ളം. ജീരകം വെള്ളത്തിലിട്ട് രാത്രി കുതിർക്കാൻ വെക്കുക, എന്നിട്ട് രാവിലെ അത് തിളപ്പിച്ച് കുടിക്കുക. ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ബ്ലോട്ടിങ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ഉലുവ, ഫെനുഗ്രീക്ക് സീഡ്സ് വെള്ളത്തിലിട്ട് രാത്രിയിൽ വെക്കുക, എന്നിട്ട് ആ വെള്ളം കുടിക്കുന്നത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഷുഗർ കൺട്രോളിനും നമ്മുടെ ബ്ലോട്ടിങ്ങും ഡൈജഷനും ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലെമൺ വാട്ടർ, നാരങ്ങ ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് കുടിക്കുന്നത് ഡൈജഷൻ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അസിഡിറ്റി ഉള്ളവർ ഇത് ശ്രദ്ധിച്ച് കഴിക്കുക. ഫുഡ് കഴിക്കുന്ന സമയത്ത് മൈൻഡ്ഫുള്ളായിട്ട് ഈറ്റ് ചെയ്യുക. നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കുക, വേഗം ഭക്ഷണം കഴിക്കാതിരിക്കുക. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോണിലോട്ടൊന്നും ഡിസ്ട്രാക്റ്റ് ആവാതെ മൈൻഡ്ഫുള്ളായിട്ട് കഴിക്കുക. ദെൻ ഒരു ഫിക്സ്ഡ് ഫുഡ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുക. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് കറക്റ്റായിട്ട് ആ ഒരു ടൈം പാറ്റേണിൽ ഫുഡ് കഴിക്കുന്നതും ഡൈജഷൻ ബെറ്റർ ആക്കാനും ഓവറോൾ ഗട്ട് ഹെൽത്തിനും വളരെ നല്ലതാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് എങ്ങനെ ഗട്ട് ഹെൽത്ത് നാച്ചുറലായിട്ട് ഫിക്സ് ചെയ്യാന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സ്. സോ ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നാച്ചുറലായിട്ട് ഇതൊക്കെ ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.